സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ നമ്മുടെ നാട്ടിൽ നിരവധി ഉണ്ടെങ്കിലും കൊല്ലത്ത് അത്തരത്തിൽ കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡിന് കുറച്ചധികം വാർത്താ പ്രാധാന്യമുണ്ട്. കൊല്ലം MLA മുകേഷിന്റെ വീടിന് തൊട്ടു മുന്നിലാണ് പൊതുജനത്തിന്റെ നടുവൊടിക്കുന്ന ഈ റോഡ് എന്നതാണ് പ്രത്യേകത. ടോപ് 10 സ്പെഷ്യൽ. കൊല്ലം നഗരത്തിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പട്ടത്താനത്തുള്ള MLA മുകേഷിന്റെ വീട്ടിലേക്ക്. പക്ഷേ ഇവിടെ എത്തി MLAയെ കാണണമെങ്കിൽ റോഡിലെ ഈ കുളം നീന്തി തന്നെ കടക്കണം. ഈ റോഡ് ഈ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി. റോഡിലെ കുഴിയിൽ വീണ് പരിക്കുപറ്റിയ ലതിക പറയുന്നത് അടുത്ത തവണ ഇനി വോട്ട് ചെയ്യില്ല എന്നാണ്. രാവിലെ വീട്ടിലോട്ട് പാല് മേടിക്കാൻ പോയതാ, വന്ന് വീണ് കൈ പൊട്ടി, 2 തയ്യൽ 2 വിരൽ സ്വാധീനം ഇല്ലാതായിപ്പോയി. അവർക്ക് ഒരു നാണവും ഇല്ല. രണ്ടാമത് വോട്ട് ചെയ്തില്ല. ഇനി റോഡിലെ രാഷ്ട്രീയം നോക്കാം. കൊല്ലം നിയോജക മണ്ഡലത്തിലെ MLA മുകേഷിന്റെ വീടിനു മുന്നിലെ ഈ റോഡ് നിൽക്കുന്നത് ഇരവിപുരം മണ്ഡലത്തിലാണ്. ഇരവിപുരം മണ്ഡലത്തിലെ MLA ആകട്ടെ മുകേഷിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള നൗഷാദാണ്. ഇവർ തമ്മിൽ അത്ര രസത്തിലല്ലെന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറ വാർത്തകൾ. ഇനി രസക്കേട് എന്ത് തന്നെയായാലും റോഡ് ഞങ്ങൾക്ക് കൂടി ഉള്ളതല്ലേ എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ഇപ്പോൾ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ MLA ഇവിടെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല, MLA വീട്ടിൽ വരുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഇവിടെ ആയിരിക്കത്തില്ല, പുറത്തായിരിക്കും. പക്ഷേ എങ്കിൽ തന്നെയും ഈ റോഡ് സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഈ സ്കൂൾ അടുത്ത് കിടക്കുമ്പോഴത്തേക്ക് ഈ റോഡ് വൃത്തിയാക്കി ഇടുക എന്നുള്ളത് പൊതു ആൾക്കാർക്കുള്ള ജനങ്ങൾക്കുള്ള ഒരു സൗകര്യം ആവശ്യമാണ്. റോഡ് നന്നാക്കുന്നതിനായി MLA ഫണ്ടിൽ നിന്നും 2 കോടി അനുവദിച്ചതായി മുൻപ് ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു. ഫ്ലെക്സ് ബോർഡിലെ വികസനം കണ്ടു മടുത്ത പൊതുജനമാരോ അത് കീറിയും കളഞ്ഞു. MLAയുടെ വീട്ടിന് മുന്നിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഇവിടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും? ആര് പരിഹരിക്കും? പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. രാഷ്ട്രീയം എന്തുമാകട്ടെ, പക്ഷെ ഒരു നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെടുന്നില്ല എങ്കിൽ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ ജയിപ്പിക്കുന്നത് എന്തിന്? നാട്ടുകാർ ചോദിക്കുന്നത് ഇതാണ്. വികസനങ്ങൾ വേണമെങ്കിൽ തൊട്ട് കാണിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുൻവശത്താണ് ഈ റോഡ് ഇത്രയും ദയനീയമായ സ്ഥിതി. അദ്ദേഹം കൊല്ലം മണ്ഡലത്തിലെ MLA ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്താണ് ഒരു റോഡ്. സാധാരണപ്പെട്ട കുട്ടികൾ, ഇവിടെ പട്ടത്താനം ഗവൺമെൻറ് SNDP UP സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്കൂളാണ്. ഈ സ്കൂളിലെ ഏറ്റവും സാധാരണപ്പെട്ടവൻ്റെ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ രാവിലെ ഇതുവഴി നീന്തിയാണ് വരുന്നത്. ധാരാളം വിമ്രഹൃദയം, ക്രിസ്തുരാജ് ഉൾപ്പെടെയുള്ള നിരവധി സ്കൂളുകളിലെ സാധാരണപ്പെട്ടവൻ്റെ മക്കൾ പോകുന്ന ഈ വഴി 2 പതിറ്റാണ്ടായി ഇത്രയും മോശമായ സ്ഥിതിയിലായിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിനോടുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തോടുള്ള കടുത്ത അവഗണനയായിട്ടാണ് നാട്ടുകാർ വിലയിരുത്തുന്നത്. ശരിക്കും ഈ റോഡിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഈ MLAമാർ തമ്മിലുള്ള ഈ പാർട്ടിയിലുള്ള പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ മൂപ്പിളമ തർക്കം, ഇതിൻ്റെ പേരിലുള്ള ആ ഒരു അവസ്ഥയാണെന്ന്, ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് ഞങ്ങളുടെ സംശയം, ബലമായ സംശയം. കാരണം അല്ലെങ്കിൽ ഈ റോഡ് എന്നേ പണി കഴിഞ്ഞ് പോകേണ്ടതാണ്. ഈ നൗഷാദ് MLAയും മുകേഷ് MLAയും തമ്മിലുള്ള ഈ അധികാര വടംവലിയുടെയും മൂപ്പിളമ തർക്കത്തിൻ്റെയും പാർട്ടിയുടെ CPMൻ്റെ പടലപ്പിണക്കത്തിൻ്റെയും ദുരവസ്ഥ അനുഭവിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്.